നമസ്കാരം. തിരുവനന്തപുരം സ്വദേശിനിയായ ഗവേഷക കെ ഇന്ദുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. 2011 ഏപ്രിൽ 25-ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ കാണാതായ ഇന്ദുവിനെ പിന്നീട് പെരിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് NITയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന സുഭാഷാണ് കേസിലെ പ്രതി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സംഭവം നടന്ന് 15 വർഷമായിട്ടും കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. 15 വർഷമായി മകളെ കൊന്നവന് ശിക്ഷ നടപ്പാക്കാൻ ഒരച്ഛൻ നീതിക്കായി കേഴുകയാണ്. തനിക്ക് പ്രായമായെന്നും മരണാവസ്ഥയിലാണെന്നും അതിനാൽ വിചാരണ തുടങ്ങാൻ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നും ഇന്ദുവിന്റെ പിതാവ് തിരുവനന്തപുരം സ്വദേശിയായ N. കൃഷ്ണൻ നായർ ഹർജിയിൽ പറയുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി മറുപടി നൽകാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 3-ന് വീണ്ടും പരിഗണിക്കും. NITയിൽ ഗവേഷകയായിരുന്ന ഇന്ദുവിനെ സഹയാത്രികനായ സുഭാഷ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. B. സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണത്തിനൊടുവിൽ ഇക്കാര്യം കണ്ടെത്തിയത്. ഇന്ദുവിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നും പെരിയാറിൽ വീണ് തലയിടിച്ചാണ് മരണം സംഭവിച്ചതെന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചു. സുഭാഷിനെ ബലാത്സംഗ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇന്ദുവിന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേസ് ഇന്നും തീർപ്പായിട്ടില്ല. 2011 ഏപ്രിൽ 25-ന് കോഴിക്കോട് വെച്ച് ഇന്ദുവിനെ വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം സിക്കിമിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുഭാഷ് പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ ക്രമീകരണങ്ങൾ ഇയാൾ ചെയ്തിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ ഇന്ദുവിന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരുന്നു. സുഭാഷും ഇന്ദുവും തമ്മിൽ തീവ്ര പ്രണയത്തിലായിരുന്നു എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും അറിവില്ല. അഭിഷേക് എന്ന വ്യക്തിയുമായുള്ള വിവാഹത്തിൽ നിന്ന് ഇന്ദുവിനെ പിന്തിരിപ്പിക്കാൻ സുഭാഷ് നിരന്തരം ശ്രമിച്ചു. ഏപ്രിൽ 24-ന് യാത്രക്കിടെ അഭിഷേകിനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് സുഭാഷ് നിർബന്ധിച്ചു. പക്ഷേ ഇന്ദു തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇതിൽ സുഭാഷ് പ്രകോപിതനായി പകയുമായി നിന്നു. ഇങ്ങനെ അർദ്ധരാത്രി 2 മണിയോടെ സുഭാഷ് കമ്പാർട്ട്മെന്റിലേക്ക് വാതിലിനടുത്തേക്ക് ഇന്ദുവിനെ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഇന്ദുവിനെ തള്ളിയിട്ടെന്നാണ് കേസ്. പക്ഷേ ഇന്ദുവിനെ ഇയാൾ ബലാത്സംഗം ചെയ്തെന്ന് അച്ഛൻ ആരോപിച്ചിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നില്ല. ബലാത്സംഗ കുറ്റത്തിൽ നിന്ന് സുഭാഷിനെ ഒഴിവാക്കിയതിനെതിരെയാണ് പിന്നീട് ഇന്ദുവിന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തന്റെ മകളെ ഇല്ലാതാക്കിയവന് തക്കതായ ശിക്ഷ നൽകാൻ ഒരച്ഛൻ വർഷങ്ങളോളം കോടതി വരാന്ത കയറിയിറങ്ങുന്നത് എന്തൊരു ഗതികേടാണ്. തനിക്ക് പ്രായമായെന്നും മരണാവസ്ഥയിലാണെന്നും അതിനാൽ വിചാരണ തുടങ്ങാൻ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഈ അച്ഛൻ പറഞ്ഞത്. തന്റെ അവസാന കാലത്തും മകൾക്ക് നീതി കിട്ടിയിട്ട് കണ്ണടയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഈ അച്ഛന്റെ നിസ്സഹായാവസ്ഥ എന്തുകൊണ്ട് കോടതിക്ക് മനസ്സിലാകുന്നില്ല? ഇനി ഒരച്ഛനും ഇങ്ങനെയൊരു ഗതികേട് വരാതിരിക്കട്ടെ.